വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഫെബ്രുവരി മാസം തൊഴിൽ വാർത്തയുടെ മൂന്നാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 4. സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത് രാജ്യമാണ് ഇന്ത്യ? 4ാമത്. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിനായി ജനുവരി 1 സംസ്ഥാന സർക്കാർ ആരംഭിച്ച പരിപാടി വലിച്ചെറിയൽ വിരുദ്ധ വാരം. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിനായി ജനുവരി 1 സംസ്ഥാന സർക്കാർ ആരംഭിച്ച പരിപാടി വലിച്ചെറിയൽ വിരുദ്ധ വാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. പുതിയ ഗവർണർമാർ: കേരളം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മണിപ്പൂർ അജയ് കുമാർ ഭല്ല, ഒഡീഷ ഹരിബാബു കമ്പപതി, മിസോറാം വി.കെ. സിംഗ്, ബീഹാർ ആരിഫ് മുഹമ്മദ് ഖാൻ. പുതിയ ഗവർണർമാർ: കേരളം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മണിപ്പൂർ അജയ് കുമാർ ഭല്ല, ഒഡീഷ ഹരിബാബു കമ്പപതി, മിസോറാം വി.കെ. സിംഗ്, ബീഹാർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? എ.ബി. വാജ്പേയി. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? എ.ബി. വാജ്പേയി. 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 49. 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 49. ഇന്ത്യയിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംവിധായകൻ 2024 ഡിസംബറിൽ അന്തരിച്ചു. പേര്? ശ്യാം ബെനഗൽ. ഇന്ത്യയിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംവിധായകൻ 2024 ഡിസംബറിൽ അന്തരിച്ചു. പേര്? ശ്യാം ബെനഗൽ. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട്, ഇൻഡോർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട്, ഇൻഡോർ, മധ്യപ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂർ. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോക്കൂർ. യുഎസിന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് വെള്ളത്തലയൻ കടൽപ്പരുന്ത്. യുഎസിന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് വെള്ളത്തലയൻ കടൽപ്പരുന്ത്. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന നേട്ടം അടുത്തിടെ സ്വന്തമാക്കിയ നാസയുടെ ദൗത്യത്തിന്റെ പേര്? പാർക്കർ സോളാർ പ്രോബ്. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന നേട്ടം അടുത്തിടെ സ്വന്തമാക്കിയ നാസയുടെ ദൗത്യത്തിന്റെ പേര്? പാർക്കർ സോളാർ പ്രോബ്. രാജ്യത്തിന്റെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിൽ വലിയ തിരിച്ചടി നേരിട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിന് 2024 ഡിസംബർ 24 എത്ര വർഷം തികഞ്ഞു? 25. രാജ്യത്തിന്റെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിൽ വലിയ തിരിച്ചടി നേരിട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിന് 2024 ഡിസംബർ 24 എത്ര വർഷം തികഞ്ഞു? 25. 2025 പുതുവർഷ ദിനത്തിൽ അന്തരിച്ച കെ.എസ്. മണിലാലിന്റെ പ്രധാന സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. 2025 പുതുവർഷ ദിനത്തിൽ അന്തരിച്ച കെ.എസ്. മണിലാലിന്റെ പ്രധാന സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ മൊണാൽ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ മൊണാൽ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി. ദേശീയ ഗെയിംസിന്റെ ഇത്തവണത്തെ പ്രമേയം? സങ്കൽപ് സേ ശിഖർ തക്. ദേശീയ ഗെയിംസിന്റെ ഇത്തവണത്തെ പ്രമേയം സങ്കൽപ് സേ ശിഖർ തക്. എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. ബലാറൂസിൽ 7ാമതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ.
ബലാറൂസിൽ 7-മതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ. റബ്ബർ കർഷകരുടെ സഹായത്തിനായി റബ്ബർ ബോർഡ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിപ്സ്. കോംപ്രിഹെൻസീവ് റബ്ബർ ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം. റബ്ബർ കർഷകരുടെ സഹായത്തിനായി റബ്ബർ ബോർഡ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിപ്സ്. കോംപ്രിഹെൻസീവ് റബ്ബർ ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാറ്റ്ഫോം. ദേശീയ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി വർക്കല. ദേശീയ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി വർക്കല. 2025 ജനുവരിയിൽ അയർലാൻഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് എവോയിൻ. 2025 ജനുവരിയിൽ അയർലാൻഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് എവോയിൻ. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായത് വി ഗീത. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായത് വി ഗീത. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഒരിടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മൈക്കേൽ മാർട്ടിൻ വീണ്ടും തിരിച്ചെത്തിയത്? അയർലാൻഡിൽ. ഒരിടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മൈക്കേൽ മാർട്ടിൻ വീണ്ടും തിരിച്ചെത്തിയത്? അയർലാൻഡ്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38-മത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ആദ്യം മെഡൽ നേടിക്കൊടുത്തത് ആര്? സാജൻ പ്രകാശ്. നീന്തലിനാണ് മെഡൽ കിട്ടിയത്, ഇരട്ട വെങ്കലം. ഉത്തരാഖണ്ഡിൽ നടന്ന 38-മത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ആദ്യം മെഡൽ നേടിക്കൊടുത്തത് ആര്? സാജൻ പ്രകാശ്. നീന്തൽ, ഇരട്ട വെങ്കലം. ചാറ്റ് GPT, ജെമിനി, ക്ലോസ് AI എന്നിവയെല്ലാം കടത്തിവെട്ടി ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായി മാറിയ ഡീപ്സിക് V3 ചാറ്റ്ബോട്ട് പുറത്തിറക്കിയ രാജ്യം ചൈന. ചാറ്റ് GPT, ജെമിനി, ക്ലോസ് AI എന്നിവയെല്ലാം കടത്തിവെട്ടി ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായി മാറിയ ഡീപ്സിക് V3 ചാറ്റ്ബോട്ട് പുറത്തിറക്കിയ രാജ്യം ചൈന. സന്നദ്ധ സംഘടനയായ പ്രഥം പുറത്തുവിട്ട ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം, രണ്ടാമത് മിസോറാം. സന്നദ്ധ സംഘടനയായ പ്രഥം പുറത്തുവിട്ട ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം, രണ്ടാമത് മിസോറാം. 2025 ജനുവരിയിൽ അന്തരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണകുമാർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ഡയറക്ടർ ഡോക്ടർ പി കൃഷ്ണകുമാർ. E.K. നായനാരുടെ ഒളിവുകാല ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ച പത്രപ്രവർത്തക തുളസി ഭാസ്കരൻ. E.K. നായനാരുടെ ഒളിവുകാല ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ച പത്രപ്രവർത്തക തുളസി ഭാസ്കരൻ. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമണ 2ന്റെ ഭാഗമായി INSV തരിണി പായ്ക്കപ്പലിൽ ലോകം ചുറ്റുന്ന ലഫ്റ്റനന്റ് കമാൻഡർമാരായ കെ ദിൽനയും എ രൂപയും ലോകത്തെ ഒറ്റപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ ഏതു ഭാഗമാണ് മുറിച്ചുകടന്നത്? പോയിന്റ് നിമോ. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമണ 2ന്റെ ഭാഗമായി INSV തരിണി പായ്ക്കപ്പലിൽ ലോകം ചുറ്റുന്ന ലഫ്റ്റനന്റ് കമാൻഡർമാരായ കെ ദിൽനയും എ രൂപയും ലോകത്തെ ഒറ്റപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ ഏതു ഭാഗമാണ് മുറിച്ചുകടന്നത്? പോയിന്റ് നിമോ. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2025 ജനുവരി 25-ന് അന്തരിച്ച രാജ്യത്തെ ആദ്യ കൊറോണറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ഡോക്ടർ KM ചെറിയാൻ. 2025 ജനുവരി 25-ന് അന്തരിച്ച രാജ്യത്തെ ആദ്യ കൊറോണറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ഡോക്ടർ KM ചെറിയാൻ. ഡോക്ടർ KM ചെറിയാന്റെ ആത്മകഥാംശമുള്ള പുസ്തകം ദൈവത്തിന്റെ കൈ. ഡോക്ടർ KM ചെറിയാന്റെ ആത്മകഥാംശമുള്ള പുസ്തകം ദൈവത്തിന്റെ കൈ. അടുത്തിടെ അന്തരിച്ച ഭോപ്പാൽ ദുരന്തമുൾപ്പെടെയുള്ള ചരിത്ര നിമിഷങ്ങൾ ഡോക്യുമെന്ററിയിലാക്കിയ സംവിധായകനും പൊതുപ്രവർത്തകനുമായിരുന്ന വ്യക്തി തപൻ കെ ബോസ്. അടുത്തിടെ അന്തരിച്ച ഭോപ്പാൽ ദുരന്തമുൾപ്പെടെയുള്ള ചരിത്ര നിമിഷങ്ങൾ ഡോക്യുമെന്ററിയിലാക്കിയ സംവിധായകനും പൊതുപ്രവർത്തകനുമായിരുന്ന വ്യക്തി തപൻ കെ ബോസ്. അദ്ദേഹത്തിന്റെ പ്രധാന ഡോക്യുമെന്ററികളാണ് ആൻ ഇന്ത്യൻ സ്റ്റോറി ഓൺ ബാഗൽപൂർ ബൈൻഡിംഗ്, ഭോപ്പാൽ ബിയോണ്ട് ജോനോസൈഡ്, ഝാർഖണ്ഡ്.
അദ്ദേഹത്തിൻ്റെ പ്രധാന ഡോക്യുമെൻ്ററികളാണ് ആൻ ഇന്ത്യൻ സ്റ്റോറി ഓൺ ബാഗൽപൂർ ബൈൻഡിങ്സ്, ഭോപ്പാൽ ബിയോണ്ട് ജൊനോസൈഡ്, ജാർഖണ്ഡ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.